മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. എല്ലാവർക്കും മാഗ്നസ് ഓൺലൈൻ ട്യൂഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് സോളിഡ് സ്റ്റേറ്റിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിലെ കുറച്ച് ഭാഗങ്ങളായിരുന്നു. നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അമോർഫസ് സോളിഡ്, ക്രിസ്റ്റലൈൻ സോളിഡ് അവരുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷനായ മോളിക്കുലാർ സോളിഡ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷനും കൂടെ പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അതാണ് അയോണിക് സോളിഡ്. അതായത് ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ തന്നെ വരുന്ന, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷനിൽ തന്നെ വരുന്ന അടുത്ത ഭാഗമാണ് അയോണിക് സോളിഡ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റന്റ് എലമെന്റ്സ് അയോണുകളായിരിക്കും. അതായത് ക്യാറ്റയോണും ആനയോണും. അയോണിക് ബോണ്ട് അറിയാമല്ലോ, അതായത് ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ്, അതായത് ക്യാറ്റയോണും ആനയോണും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബോണ്ട് അങ്ങനെ ഫോം ചെയ്യുന്ന ക്രിസ്റ്റലുകളാണ് അല്ലെങ്കിൽ സോളിഡുകളാണ് ഏത് അയോണിക് സോളിഡ് എന്നറിയപ്പെടുന്നു. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കൂടുതലായിരിക്കും. ഈ സോളിഡ് മറ്റുള്ള സോളിഡിനെ അപേക്ഷിച്ച് സ്ട്രോങ്ങർ ആയിരിക്കും. അതുപോലെ തന്നെ ബ്രിട്ടിലായിരിക്കും. പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള സോളിഡുകളാണ് ഏത് അയോണിക് സോളിഡ്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം ഇതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് മോൾട്ടൺ സ്റ്റേജ് ഏത് അയോണിക് സോളിഡുകളുടെ മോൾട്ടൺ സ്റ്റേജിലോ അല്ലെങ്കിൽ ഡിസോൾവ്ഡ് സ്റ്റേജിലോ ഇതെന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നു. എന്നാൽ ഇവരുടെ സോളിഡ് സ്റ്റേറ്റിൽ ഇവർ എപ്പോഴും ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആരുടെ പ്രത്യേകത, അയോണിക് സോളിഡുകളുടെ പ്രത്യേകത. നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത് ഒന്ന് സോഡിയം ക്ലോറൈഡ് ആണ്, NaCl ഒരു എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ്. അതുപോലെ തന്നെ MgO മഗ്നീഷ്യം ഓക്സൈഡ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഒരു അയോണിക് സോളിഡിന് എക്സാമ്പിളാണ്. ഓക്കെ, മെറ്റാലിക് സോളിഡിലേക്ക് കടക്കാം. മെറ്റാലിക് സോളിഡ് ആകുമ്പോൾ അവിടെ എന്താകുന്നു, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മെറ്റലുകളായിരിക്കും. അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒരു മെറ്റാലിക് ബോണ്ടായിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മെറ്റൽസിന്റെ പ്രത്യേകത ഒന്നാണ് മെറ്റാലിക് ലെക്സ്ചർ, തിളക്കമുണ്ടാകും. അതുപോലെ തന്നെ എന്തായിരിക്കും, മാലബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഹീറ്റ് കണ്ടക്ടിവിറ്റി, ഇതെല്ലാം പോസിബിൾ ആയിട്ടുള്ള മെറ്റലുകൾ ആണ്, പോസിബിൾ ഉള്ളതാണ് മെറ്റലുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അങ്ങനെ കാണിക്കുന്ന സോളിഡിനും ഇതേ നേച്ചറുകൾ ഉണ്ടാകും. ഏതൊക്കെ ഉണ്ടാകും, മാലബിലിറ്റി ഉണ്ടാകും, ഡക്റ്റിലിറ്റി ഉണ്ടാകും, അതുപോലെ തന്നെ മെറ്റാലിക് ക്ലസ്റ്റേഴ്സ് ഉണ്ടാകും, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഹീറ്റ് കണ്ടക്ടിവിറ്റിയും എല്ലാം തന്നെ ആർക്കും ഉണ്ടാകും, ഈ മെറ്റാലിക് സോളിഡ്സിനും ഉണ്ടാകും. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇവര് സോഫ്റ്റും അതുപോലെ തന്നെ വെരി ഹാർഡും ആയിട്ടുള്ള മെറ്റാലിക് സോളിഡ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അയൺ പറയാം, കോപ്പർ, സിൽവർ, അതുപോലെ തന്നെ മഗ്നീഷ്യം, ഇതെല്ലാം തന്നെ ഏതിന് എക്സാമ്പിൾ ആണ്, മെറ്റാലിക് ക്രിസ്റ്റൽസിന് മെറ്റാലിക് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ മെറ്റാലിക് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ടൈപ്പ് ഓഫ് സോളിഡ് ആണ് കോവലന്റ് സോളിഡ്. പ്രത്യേകത നമുക്ക് തന്നെ അറിയാം, കോൺസ്റ്റന്റ് എലമെന്റ്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവിടെ ആരായിരിക്കും, കോവലന്റ് കോമ്പൗണ്ടുകളായിരിക്കും. അപ്പോൾ കോവലന്റ് കോമ്പൗണ്ട് എന്താണ്, കോവലന്റ് ബോണ്ട്, കോവലന്റ് കോമ്പൗണ്ടുകളെ പരസ്പരം യോജിപ്പിച്ചാൽ കോവലന്റ് കോമ്പൗണ്ട്സിലെ എലമെന്റ്സ് പരസ്പരം യോജിച്ച് നിൽക്കണമെങ്കിൽ അവിടെ സ്ട്രോങ് കോവലന്റ് ബോണ്ട് വേണം. നമുക്കറിയാം കോവലന്റ് ബോണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അവരുടെ സ്ട്രെങ്ത് ആണ്. അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഉദാഹരണം ഡയമണ്ട് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്, കോവലന്റ് ബോണ്ട് എത്രത്തോളം വരും, കാർബണിന് ചുറ്റും മറ്റു കാർബണുകൾ വരെയാണ്. അപ്പോൾ അതെന്താണ്, കോവലന്റ് ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണ്, ഡയമണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലാണ്. ഏതിന്, ആ ഒരു കോവലന്റ് ക്രിസ്റ്റലിന് എക്സാമ്പിൾ ആണ്. കാരണം എന്താ, അവിടെ എന്തിന്റെ പ്രസൻസ് ആണ്, കാർബൺ കോവലന്റ് ബോണ്ടിന്റെ പ്രസൻസ് ആണ്. അപ്പൊ ഇങ്ങനെ കാർബൺ അത് 4 ഭാഗം, ഏകദേശം ഒരു കാർബൺ മറ്റൊരു കാർബണിന്റെ ബോണ്ട് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ് എന്ന് പറയാം. ഇതിനെ മറ്റൊരു പേരാണ് നെറ്റ്വർക്ക് സോളിഡ്. പരസ്പരം എന്ത് ചെയ്യണം, ഈ കാർബൺ വീണ്ടും എന്ത് ചെയ്യുന്നു, മറ്റു കാർബണുമായിട്ട് എന്ത് ചെയ്യുന്നു, ഇന്റർലിങ്ക് ചെയ്ത് ഇങ്ങനെ നെറ്റ്വർക്ക് സോളിഡ് ആയിട്ട് പോകുന്നതിന്. അതുപോലെ തന്നെ സിലിക്കൺ ഡൈ ഓക്സൈഡ് ഇതേപോലെ സ്ട്രക്ചർ വരുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ഗ്രാഫൈറ്റ്, ഫ്ലോറൈൻസ്, ഇതെല്ലാം എന്താണ്, ഇതേപോലെ നെറ്റ്വർക്ക് സോളിഡ്, ഗ്രാഫൈറ്റ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, കോവലന്റ് സോളിഡിന് എക്സാമ്പിളാണ്. ടോപ്പിക്കിലേക്ക് പോവാം. അതാണ്
ക്രിസ്റ്റൽ ലാറ്റിസ്. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? അതായത് നമുക്ക് ഒരു സോളിഡ്, ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അതിൻ്റെ ജിയോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു ലാർജ് പോർഷൻ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സ്മാൾ പോർഷൻ എടുക്കുന്നു. നമുക്കറിയാം ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഓരോ അതിൻ്റെ എന്ന് പറയുക റെഗുലർ ഷേപ്പ് ആൻഡ് ഓർഡറാണ്. അപ്പം നമുക്ക് ഏറ്റവും അല്ലെങ്കിൽ ഒരു മിനിമം പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പോർഷൻ കാണിക്കുന്ന അതേ പ്രോപ്പർട്ടി ആയിരിക്കും ആ എൻ്റയർ സോളിഡ് ഫുൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ എടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ കുറേ പോയിന്റ്സ്, അതായത് പാർട്ടിക്കിൾസിൻ്റെ ജോയിൻ്റുകൾ, പാർട്ടിക്കിൾസിനെ കൂടി ചേർന്നിരിക്കുന്ന കുറേ എല്ലാം കൂടെ ചേർന്ന് ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഡയഗ്രം നമ്മൾ കൺസിഡർ ചെയ്യും. അതിനെയാണ് ലാറ്റിസ് സൈറ്റ്സ് എന്ന്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഏറ്റവും സ്മാളസ്റ്റ് പോർഷനാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് അപ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തെല്ലാം ഒരു പോയിന്റ് നൊട്ടേഷൻസ് ഉണ്ടാവും. ആ പോയിന്റ്സിലാണ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ്, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്ന ആ പോയിന്റാണ്. ആ പോയിന്റിനെ വിളിക്കുന്നതാണ് ലാറ്റിസ് പോയിന്റ്. നിങ്ങളിപ്പോൾ മോണിറ്ററിൽ കാണാൻ പറ്റും. അതാണ് നിങ്ങൾ കാണുന്ന ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഡയഗ്രാം. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഡയഗ്രത്തിൽ ആ കോർണേഴ്സ് അല്ലെങ്കിൽ ആ പോയിന്റായിട്ട് മാർക്ക് ചെയ്തേക്കുന്നതാണ് ഓരോ പോയിന്റ് ചാർജസ് അല്ല പോയിന്റ് പാർട്ടിക്കിൾസ്. ആ പോയിന്റ് പാർട്ടിക്കിൾസ് ആണ് ഒന്നുകിൽ അയോൺ ആയിരിക്കും അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിരിക്കും, അതല്ല എങ്കിൽ എന്തായിരിക്കും, അയോണുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഈ പോയിന്റ് ആയിരിക്കും ഒരു ലാറ്റിസ് പോയിന്റ്. ഇനി നമുക്ക് അറിയേണ്ടത് ബ്രേവിയസ് ലാറ്റിസ് ആണ്. എന്താണ് ബ്രേവിയസ് ലാറ്റിസ്? ബ്രേവിയസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ അറേഞ്ച്മെന്റ്സ്, 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആയിരിക്കും. അങ്ങനെ 14 പാറ്റേണുകളെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ബ്രേവിയസ് ലാറ്റിസ്. 14 പാറ്റേൺസ്. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ 14 പാറ്റേണുകളെ അറിയപ്പെടുന്ന പേരാണ് ബ്രേവിയസ് ലാറ്റിസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ക്രിസ്റ്റൽ ലാറ്റിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്റ്റൽ ലാറ്റിസും ബ്രേവിയസ് ലാറ്റിസ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ ബ്രേവിയസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ 14 പാറ്റേൺസ് ഓഫ് 3 ഡയമെൻഷണൽ ഡയഗ്രാംസ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ക്രിസ്റ്റൽ ലാറ്റിസിന്റെ 14 പാറ്റേണുകൾ അടങ്ങിയിരിക്കുന്നതിനെയാണ് ബ്രേവിയസ് ലാറ്റിസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു പോർഷനിലാണ് യൂണിറ്റ് സെൽ. അതായത് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മളെ കാണുന്നതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിലെ അതിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഏറ്റവും ചെറിയ പോർഷനാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്ന യൂണിറ്റ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യുന്ന. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു സോളിഡിന്റെ അതേ നേച്ചർ ആയിരിക്കും ആര് കാണിക്കുന്നത്, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും ചെറിയ പോർഷൻ അല്ലെങ്കിൽ ഒരു സോളിഡിന്റെ തന്നെ ഏറ്റവും ചെറിയ പോർഷനാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ അതേ നേച്ചർ കാണിക്കുന്ന ആളായിരിക്കും യൂണിറ്റ് സെൽ. അപ്പോൾ ഏതിന് ഐഡന്റിക്കൽ ആയിരിക്കും? ഈ ക്രിസ്റ്റൽ ലാറ്റിസിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഏറ്റവും ചെറിയ 3 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഡയഗ്രമാണ് യൂണിറ്റ് സെൽ. ഓക്കെ, ഇനി ഈ യൂണിറ്റ് സെല്ലിന്റെ നേച്ചർ അനുസരിച്ച് ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പോയിന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസിന്റെ എണ്ണം അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ അനുസരിച്ച് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുന്നത് എന്താണ്? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അത് എവിടെയായിരിക്കും? ഒരു യൂണിറ്റ് സെൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാറ്റിസ് പോയിന്റുകൾ, അതിനെ നമുക്ക് എന്താ പറയാം, ലാറ്റിസ് സൈറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ലാറ്റിസ് സൈറ്റ്സ് എല്ലാം തന്നെ എപ്പോഴും കോർണേഴ്സ് മാത്രമായിരിക്കും. ഒന്നും എവിടെ ഉണ്ടാകത്തില്ല? ഇന്നർ പോർഷനിൽ ഉണ്ടാകത്തില്ല. അതായത് ഇന്നർ പോർഷനിൽ അതിൻ്റെ സെന്റേഴ്സിലോട്ട് അല്ലെങ്കിൽ ആ യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ ഒരിക്കലും എന്തുണ്ടാവത്തില്ല? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകില്ല. അപ്പോൾ ആ യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇല്ല എങ്കിൽ അതിനെ നമുക്ക് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയാം. അതായത് അതിന്റെ കോർണേഴ്സിൽ മാത്രമേ, ആ ഒരു സിമ്പിൾ യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോർണേഴ്സിൽ മാത്രമേ ആരുണ്ടാകൂ? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവൂ, അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഈ പോയിന്റ് ചാർജസ് അല്ലെങ്കിൽ പോയിന്റ് ചാർജസ് അല്ല, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എവിടെ ഉണ്ടാവുന്നു? സെന്റേഴ്സിൽ. സെന്റേഴ്സ് മീൻസ് ആ യൂണിറ്റ് സെല്ലിന്റെ ഇന്നർ പോർഷൻസിൽ വരുന്നു.
അതായത് അതിൻ്റെ ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷനിലോട്ട് എന്ത് വരുന്നുണ്ട്, ലാറ്റിസൈറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെയും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഒന്ന് ബോഡി ഫേസ് സെൻറ്റേഡ്, എൻ സെൻറ്റേഡ്, അങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിൻ്റെ വരുന്നത്. നമുക്കറിയാം എന്താണ് ബോഡി സെൻറ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാറ്റിസ് പോയിന്റ് എവിടെ വരുന്നുണ്ട്, സെൻറ്റർ, ആ യൂണിറ്റ് സെല്ലിൻ്റെ ബോഡി സെൻറ്ററിൽ പ്രസൻ്റ് ആയിട്ട് വരും. പിന്നെ കോർണേഴ്സിലും ഉണ്ടാകും, അതിൻ്റെ ബോഡി സെൻറ്ററിലും ആരുണ്ടാകും, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. അങ്ങനെ വരുന്നതിനാണ് ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫേസ് സെൻറ്റേഡ്. നമുക്കറിയാം, നമുക്കൊരു പ്രിമിറ്റീവ് സെൽ എടുക്കാം. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു ക്യൂബിക് ഷേപ്പ് ആണെങ്കിൽ അതിന് എത്ര ഫേസസ് ഉണ്ട്, 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ആ 6 ഫേസസിലും ആരുണ്ടാവും, ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. കോർണേഴ്സിലും അല്ലാതെ ഒരു ഫേസസിലും അതുണ്ടാവും, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അങ്ങനെ ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിട്ട് വരുന്ന യൂണിറ്റ് സെല്ലുകളെയാണ് ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അടുത്തത് എൻ സെൻറ്റേഡ്. എൻ സെൻറ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് അപ്പർ, ഒരു ക്യൂബിക് ആണെങ്കിൽ എടുക്കുന്നെങ്കിൽ കോർണേഴ്സിലും ഉണ്ടാകും, ഒന്നുകിൽ അപ്പർ ഫേസ്, ലോവർ ഫേസ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഫേസ്, ബാക്ക് ഫേസ്, ഇതിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്ത്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. ഇങ്ങനെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, എൻ സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഓരോ യൂണിറ്റ് സെല്ലിലും അതിൽ എത്ര കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന പോർഷനിലുള്ള ഡെൻസിറ്റി എന്ന് പറയുന്ന പോർഷനുണ്ട്. ആ പോർഷനിലെല്ലാം ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനെ ബേസുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ആദ്യം നമ്മൾ കാണുന്നതാണ് പ്രിമിറ്റീവ് യൂണിറ്റ്സ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് അറേഞ്ച്മെന്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സിമ്പിൾ ക്യൂബിക് അറേഞ്ച്മെന്റ്സിലും നമ്മളെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് എവിടെയാണ്, കോർണേഴ്സിലാണ്. അപ്പോൾ എത്ര കോർണേഴ്സ്, ഒരു ക്യൂബിൽ 8 കോർണേഴ്സ് ആണുള്ളത്. ഈ 8 കോർണേഴ്സിലായിട്ട് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാകും, ഇവിടെ 8 പാർട്ടിക്കിൾസ് ഇല്ല. കാരണം എന്ന് പറയുന്നത് ഇത് ഒരു യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സെല്ലിലെ ഈ ഒരു ആറ്റത്തിനെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിനെ എത്ര യൂണിറ്റ് സെല്ലുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടൊരു യൂണിറ്റ് സെൽ ഉണ്ടാകും, ഇതൊരു യൂണിറ്റ് സെല്ലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു യൂണിറ്റ് സെൽ ഉണ്ടാകും, താഴെ ഇവിടെ, അങ്ങനെ മൊത്തത്തിൽ 8 യൂണിറ്റ് സെല്ലുകളായിരിക്കും ഈ ഒരു പാർട്ടിക്കിൾസിനെ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഫിഗർ നിങ്ങൾക്ക് ഇപ്പോൾ മോണിറ്ററിൽ കാണാം. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ ഈ 8 ഈ ഒരു ആറ്റത്തിനെ 8 യൂണിറ്റ് സെല്ലുകൾ പരസ്പരം ഷെയർ ചെയ്യുമ്പം ഒരു യൂണിറ്റ് സെല്ലിനെ കിട്ടുന്നത് 8ൽ 1 ഭാഗമായിരിക്കും. അതായത് ഈ എല്ലാ കോർണേഴ്സും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ 8 × 1/8 എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ മാത്രമേ സിമ്പിൾ ക്യൂബിക്കിൽ പ്രസന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ബോഡി സെൻറ്റേഡിലോട്ട് പോകാം. ബോഡി സെൻറ്റേഡ് ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, കോർണേഴ്സിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എത്ര കോർണർ ഉണ്ട്, 8 കോർണറിൽ 8ൽ 1 പോർഷൻസ്, അങ്ങനെ നമുക്ക് ഒരെണ്ണം കിട്ടും. പിന്നെന്തുണ്ട്, ബോഡി സെൻറ്ററിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ യൂണിറ്റ് സെല്ലിൻ്റെ കറക്റ്റ് മിഡിൽ ഭാഗത്താണ് വരുന്നത്. അതായത് ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സെല്ലിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 2 പാർട്ടിക്കിൾസ് ആയിരിക്കും ഏതിനടങ്ങിയിരിക്കുന്നത്, ഈ യൂണിറ്റ് സെല്ലിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 2 പാർട്ടിക്കിൾസ് ആയിരിക്കും ഏത്, ഈ ബോഡി സെൻറ്റേഡ് ക്യൂബിക്കിൽ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അടുത്ത ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി അത് നമുക്കറിയാം എത്ര കോർണേഴ്സ് ഉണ്ട്, 8 കോർണേഴ്സ്, അതിൽ 8ൽ 1 പാർട്ടിക്കിൾസ്, മൊത്തത്തിൽ 1 പാർട്ടിക്കിൾ. ഇനി അടുത്തത് ഫേസ് സെൻറ്ററിൽ നോക്കാം, എത്ര ഫേസ് ഉണ്ട്, ഒരു ക്യൂബിൽ 6 ഫേസസ് ഉണ്ട്. ആ 6 ഫേസസിൽ ഇവിടെ ഒരു യൂണിറ്റ് സെൽ, ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിളിനെ ഇപ്പുറത്തോട്ടുള്ള ഈ ഒരു യൂണിറ്റ് സെല്ലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് എത്ര കിട്ടും, 2ൽ 1 ഭാഗം. അപ്പോൾ മൊത്തത്തിൽ 6 × 2ൽ 1 എത്ര കിട്ടും, അപ്പോൾ മൊത്തത്തിൽ എത്രയാ, 3 1 4 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എവിടത്തെ, ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കിലെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ ആണല്ലോ, പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ക്ലാസ് ഇനിയൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.